പാഷയുടെ ഇതുണ്ടോ? പാഷയുടെ അവസ്ഥയാണ് ഇത്. കണ്ടോ? ഈ ദൈവദാസനെ നിങ്ങളൊന്ന് കാണണം. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടോ? ഇതുപോലെ തൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലായിട്ടും ദൈവം തന്നെ സന്ദർശിക്കുകയും പല നിന്ദകളും പരിഹാസങ്ങളും ഏറ്റിട്ടും താൻ ശക്തിയോടുകൂടി സുവിശേഷ വേല ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. 2 മരണഭീതിയിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു. ഒരു ബസ് മറിഞ്ഞ് 19 പേര് മരിച്ച TMS എന്ന് പറയുന്നൊരു ബസ് മറിഞ്ഞ് ഇവിടെ ഇടുക്കിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. TMS ബസ് മറിഞ്ഞപ്പോൾ അദ്ദേഹം അതിലുണ്ടായിരുന്നു. ദൈവം അത്ഭുതകരമായി വിടുവിച്ചു, പലരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് 200 ഏക്കർ എന്ന സ്ഥലത്ത് ഇവിടെ ഒരു മലയുടെ മുകളിലാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വരാനായിട്ടുള്ളൊരു കാരണം, ബഹുമാനപ്പെട്ട ഡേവിഡ് പാസ്റ്ററെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് ആലോചിച്ചാണ് ഇവിടെ വന്നത്. ഡേവിഡ് പാസ്റ്ററെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ ദീർഘവർഷങ്ങളായി അടിമാലിക്കടുത്ത് 200 ഏക്കർ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ഈ അടുത്ത നാളുകളിൽ അദ്ദേഹത്തിന് അതിമാരകമായ ഒരു അസുഖം പിടിപെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ വിവരിക്കും. വളരെ ഭീകരമായ ഒരു അസുഖം അദ്ദേഹത്തെ പിടിക്കുകയും താൻ മരണത്തോട് മല്ല് അടിച്ച് ചില നാളുകളായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായി അദ്ദേഹത്തെ വിടുവിച്ചു, സഹായിച്ചു. അപ്പോൾ ആ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. മരണത്തിൻ്റെ ഭീതിയിൽ നിന്ന് ദൈവം വിടുവിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു മലമുകളിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കാരണം ഈ പ്രകൃതി ഭംഗിയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാനും ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നും ഇടുക്കി ജില്ലയിലും അതുപോലെയുള്ള മലമ്പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് സുവിശേഷകന്മാർ കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയാണ് ഇപ്രകാരം ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേവിഡ് പാസ്റ്റർ നിങ്ങളോട് സംസാരിക്കും. ബ്രദറെ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് പാസ്റ്ററെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററോട് അല്പം സമയം സംസാരിക്കുവാനായിട്ട് ലഭിച്ച അവസരം ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കിയാണ്. പാസ്റ്റർ സ്വയമായിട്ട് പാസ്റ്ററെ ഒന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഏത് സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, എത്ര നാളായി സുവിശേഷ വേല ചെയ്യുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? എല്ലാവർക്കും സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട സാർ പറഞ്ഞതുപോലെ എൻ്റെ പേര് ഡേവിഡ് എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് 200 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. ദൈവകൃപയാൽ ഒരു ദൈവദാസൻ്റെ മകനായി ജനിച്ചത് എനിക്കൊരു ഭാഗ്യവും അനുഗ്രഹവുമായി ഞാൻ കാണുന്നു. ഇവിടെ ഹൈറേഞ്ചിൽ ഇതൊക്കെ വലിയ മലമ്പ്രദേശങ്ങളായിരുന്നു. ഇവിടെ ജനവാസമില്ലാതിരുന്ന കാലത്ത് എൻ്റെ പിതാവിൻ്റെ കൊച്ചച്ഛനും അങ്ങനെ അവർ സഹോദരങ്ങളെല്ലാം കൂടി ചേർന്ന് വന്ന് ഈ പ്രദേശത്ത് ആദ്യം വന്ന് ഇവിടെ വെട്ടിത്തെളിച്ച ജനവാസം ആരംഭിച്ചൊരു ചരിത്രമാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അവർ വിശ്വാസികളായിരുന്നു. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ചർച്ചുകളൊന്നും ഇല്ലാതിരുന്നു കൊണ്ട് അവർ തന്നെ ആരാധനയ്ക്കായി കൂടി ആരംഭിച്ച ഒരു കൂടിവരവായിരുന്നു. അത് ഇന്ത്യ സ്വതന്ത്ര പെന്തക്കോസ്ത് ദൈവസഭ എന്നുള്ള പേരിൽ അന്ന് അവർ ആരംഭിച്ചു. ദൈവകൃപയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. ഞാനിപ്പോഴും പാസ്റ്ററുടെ പിതാവ് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്നത്? ഏകദേശം ഒരു 70 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. 70 വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഈ സ്ഥലമൊക്കെ വനമായിരുന്നോ? തീർച്ചയായിട്ടും വനമായിരുന്നു. അതൊക്കെ വെട്ടിപ്പിടിച്ചെടുത്ത സ്ഥലമാണ്. അപ്പോൾ ഈ അടിമാലിക്കടുത്ത് 200 ഏക്കർ, 1000 ഏക്കർ, കത്തിപ്പാറ, കല്ലാറുകുട്ടി, ഈ സ്ഥലങ്ങളൊക്കെ വനമായിരുന്നു 70 വർഷങ്ങൾക്ക് മുമ്പ്. യെസ്, അതെ അതെ. അപ്പോൾ പാസ്റ്ററുടെയൊക്കെ പിതാവ് ആദ്യകാല കുടിയേറ്റ കർഷകനാണ് ഇവിടുത്തെ, അല്ലേ? അതെ അതെ. അപ്പോൾ അവർ കടന്നു വന്ന് ഇപ്പോൾ പാസ്റ്ററൊക്കെ താമസിക്കുന്ന സ്ഥലം വനം എൻക്രോച്ച് ചെയ്തെടുത്താണോ 70 വർഷങ്ങൾക്ക് മുമ്പ്? അതെ 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 അതെ. പറഞ്ഞു. അന്ന് ഈ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊരു സ്ഥലം വെട്ടുന്ന സമയത്ത് തൊട്ടുപിറകിൽ ആന നിന്ന് ഈറ്റ ഒടിക്കുന്ന ശബ്ദം കേട്ടിട്ട് അവർ ഓടി ഒളിച്ചു. ആനയെ കണ്ടില്ല, ഈറ്റ ഒടിച്ച് വലിച്ചെടുക്കുന്ന ശബ്ദം കേട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്യമൃഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ ജനവാസം ആരംഭിച്ചു. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ തന്നെ അവർ ദൈവത്തെ ആരാധിപ്പാനായി തുടങ്ങിയ ഒരു കൂട്ടായ്മ. അല്ല, ഈ 70 വർഷം മുമ്പ് പാസ്റ്ററുടെ അച്ഛൻ ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നു? അതെ അതെ അതെ, പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നു. നാട്ടിൽ എവിടെ നിന്നാണ് വന്നത്? അവർ വൈക്കത്തുനിന്ന്. വൈക്കത്തുനിന്ന് ഈ പാസ്റ്ററുടെ പിതാവൊക്കെ ഇവിടെ വന്നപ്പോൾ അവർ പെന്തക്കോസ്തൽ വിശ്വാസികളായിരുന്നു. ഇവിടെ വന്ന്
തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു, സഭകളൊക്കെ ആരംഭിച്ചു. അന്ന് ആരംഭിച്ച ആ കൂട്ടായ്മ വലിയൊരു ചർച്ചായിട്ട് മാറി. 70-70 ബ്രാഞ്ചുകൾ വിവിധ ഇടങ്ങളിൽ. അല്ല, ആരംഭകാലത്തിൽ ഈ അടിമാലി പ്രദേശത്ത് ആദ്യം ആരംഭിച്ച സഭ ഏതാ? ഓർമ്മയുള്ള കാലത്ത് ഞങ്ങളുടെ ഈ ഇൻഡിപെൻഡൻറ്റ് സഭയും ഇവിടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു സഭയും TPMൻ്റെ ഒരു സഭയും, അതാണ് എൻ്റെ ഓർമ്മയിൽ. 3 സഭകളാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു കാര്യം അതാണ്. ഇന്നിപ്പോൾ അത് 3 സഭകൾ എന്നുള്ളത് ഈ അടിമാലി മേഖലയിൽ ഒരു 300 സഭയായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആരംഭകാലത്ത് പാസ്റ്ററുടെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ 3 സഭകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്വതന്ത്ര സഭ, ഒരു ചർച്ച് ഓഫ് ഗോഡിൻ്റെ സഭ, ഒരു TPMൻ്റെ സഭ. പിന്നീട് എന്താണ് പാസ്റ്ററുടെയൊക്കെ ആ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഈ ആത്മീക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ആത്മീയ കാലം ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് പാസ്റ്ററായിരുന്നുകൊണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും വർഷങ്ങൾ താമസിച്ച് സുവിശേഷ വേല ചെയ്ത ഒരനുഭവമുണ്ട്. തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊടുപുഴയ്ക്ക് അടുത്ത് ഇഞ്ചിയാനി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ പ്രവർത്തന മേഖലകളൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്ന് പ്രവർത്തിച്ചു. അനേക കുടുംബങ്ങളായി 3 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തൊടുപുഴയിൽ മലങ്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറുന്നു. അവിടെയും ചെന്ന് ഒരു വീട്ടുകാർ മാത്രം വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറയാം. അവിടെ 3 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഏകദേശം 21 കുടുംബങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത്. അങ്ങനെ 1975 ഞങ്ങൾ മടങ്ങി വീണ്ടും സ്വന്തം ദേശത്തേക്ക് വരുന്നത്. അതിനുശേഷം എൻ്റെ പിതാവ് ഇവിടെ അനേക മേഖലകളിൽ പ്രവർത്തിച്ച് ചെന്ന്. പാസ്റ്ററുടെ പിതാവിൻ്റെ പേരെന്താ? MC തോമസ് എന്ന് പറയും. MC തോമസ്. കുഞ്ഞപ്പന ഉപദേശി എന്നാണ് അറിയപ്പെടുന്നത്. കുഞ്ഞപ്പന ഉപദേശി എന്നാണ് പ്രശസ്തനായ പേര്. MC തോമസ് എന്നാണ് പാസ്റ്ററുടെ പേര്. അദ്ദേഹമാണ് ഇവിടുത്തെ ആരംഭകാല സുവിശേഷകനാണ്. അനേക സഭകൾ സ്ഥാപിക്കുന്നതിലൊക്കെ നേതൃത്വം കൊടുക്കുകയും സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ ഉത്സാഹിക്കുകയും ചെയ്ത ഒരു വലിയ വ്യക്തിയാണ്. തീർച്ചയായിട്ടും. അനേക പാസ്റ്റർമാർ തന്നെ ഓർഡിനേഷൻ ചെയ്തു. വചനം കൂട്ടത്തിൽ കൊണ്ട് നടന്ന വചനം, ഇന്നത്തെ പോലെ ബൈബിൾ സ്കൂളുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് കൂട്ടത്തിൽ കൊണ്ട് നടന്ന് വചനം പഠിപ്പിച്ച അനേക ദൈവദാസന്മാരെ കർത്താവിൻ്റെ വേലയ്ക്കായി അയക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു മലയാളികളുള്ള ദേശത്തെല്ലാം അറിയാവുന്ന ഒരു ഗാനമാണ് തകർത്ത ഇടി മുഴക്കം പോലെ പെരുവെള്ളത്തിനിരച്ചിൽ പോലെ ഹല്ലേലിയ ഹല്ലേലിയ. അതെൻ്റെ പിതാവ് എഴുതി സംഗീതം ചെയ്ത ഒരു ഗാനമാണ്. പാട്ട് അറിയില്ലാത്ത പിതാക്കന്മാരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പുതിയ തലമുറ ഒരുപക്ഷെ എങ്കിൽ കേട്ടിട്ടില്ലായിരിക്കില്ല. എന്നാൽ ബിനോയ് ചാക്കോ എന്ന് പറയുന്ന ഗായകൻ ഇതൊരു കാസറ്റിൽ പാടിയിട്ടുള്ളത് കൊണ്ട് ഒരു ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞാനും സുവിശേഷ വേലയ്ക്കായി ഇറങ്ങി. അല്ല, പാസ്റ്ററുടെയൊക്കെ ചെറുപ്പത്തിൽ പാസ്റ്ററുടെയൊക്കെ പിതാവ് ഈ സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് പാസ്റ്ററൊക്കെ അനുഭവിച്ചിട്ടുള്ള ആ കഷ്ടതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, പട്ടിണി, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയുവാണെങ്കിൽ ഈ പുതിയ തലമുറയ്ക്ക് കേൾക്കുന്നവർക്ക് അതൊക്കെ ഒരു വലിയ പ്രചോദനമായിരുന്നു. ഞാൻ ആ നിമിഷത്തൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തൊടുപുഴ ഞങ്ങൾ മലങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലൊരു പാറപ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരു കുടുംബം മാത്രമേ വിശ്വാസികളുള്ളൂ. അവരാണെങ്കിൽ മലങ്കര എസ്റ്റേറ്റിലെ ജോലിക്കാരാണ്. അപ്പോൾ ഈ വർഷകാലം വരുമ്പോൾ അവർക്കും വെട്ടില്ല. ആ ഒരു കുടുംബത്തെ ആശ്രയിച്ചാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1-ാം ക്ലാസ്സിലെ 2-ാം ക്ലാസ്സിലെ പഠിത്തം കഴിഞ്ഞിട്ട് വന്നിട്ട് സ്ലേറ്റൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ഇതുപോലുള്ള പാറയിൽ ഈ മധുരക്കിഴങ്ങ്, ചീനിക്കിഴങ്ങ് എന്നൊക്കെ പറയും, അതൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് അവരെ കൃഷി വിളവെടുപ്പത്തിന് ശേഷം ഇതിൻ്റെ കിഴങ്ങ് മണ്ണിനടി കിടക്കുന്നത് അവർക്ക് ദൃഷ്ടിയിൽപ്പെടാതെ പോയ കിഴങ്ങുകൾ. അത് ഈ മഴ പെയ്യുമ്പോൾ അത് കിളിർത്ത് വരും. അപ്പോൾ ഈ ഇല്ലി കൊണ്ട് കത്തി പോലെ ഇങ്ങനെ ചെത്തി വെച്ചിട്ട്, അന്നത്തെ ഹാളെന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൻ്റെ ഓല മെടഞ്ഞ് മറിച്ചതാണ്. അപ്പോൾ ഓലയുടെ മറവിൽ ഈ ഇത് വെച്ചിരിക്കുക, ഈ കത്തി പോലുള്ള സാധനം. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിലൊന്നും കാണത്തില്ല. അപ്പോൾ ഈ സ്ലേറ്റൊക്കെ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് നേരെ ഓടുക ഇതുകൊണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പാറയുടെ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള കൃഷി ഇടങ്ങളിൽ ചെന്ന് ഇത് കുത്തി പറിച്ചെടുത്തിട്ട് പാറയിൽ അവിടെ നിൽക്ക് കുഴിയിൽ വെള്ളം കാണും. ആ വെള്ളമൊക്കെ എടുത്ത് അത് കഴുകിയിട്ട് അവിടെ നിന്ന് കഴിച്ച് ആ പാറയിലെ വെള്ളം കുടിച്ച് വയറ് നിറച്ചാണ് അകത്ത് കയറുന്നത്. പിന്നെ ഓർക്കുന്നുണ്ട്, കപ്പളങ്ങ ഓമക്കയൊക്കെ പുഴുങ്ങി തിന്ന് വേറെ നിറച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും. അല്ല, പൊതുവെ ഈ സുവിശേഷകന്മാർ, ഈ ആരംഭകാലത്തെ സുവിശേഷകന്മാരൊക്കെ വലിയ ദാരിദ്ര്യത്തിൽ ജീവിച്ചവരാണ്. അവരുടെ മക്കളൊക്കെ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. ഇത് 73-74 കാലഘട്ടമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. പട്ടിണി ഒരുപാട് കിടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി കിടന്നിട്ടുണ്ട്. അല്ല, അങ്ങനെ പട്ടിണി കിടക്കുന്ന ആ സമയത്തൊക്കെ പിതാവിനോടൊരു മാനസികമായ ഒരു വൈരാഗ്യം തോന്നിയോ? കാരണം ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഞങ്ങൾ പട്ടിണി കിടക്കേണ്ടി വന്നതെന്നൊരു തോന്നലുണ്ടായോ? അന്നത്തെ പ്രായത്തിൽ തോന്നിയിട്ടുണ്ടായിട്ടുണ്ട്. പിന്നീട് ഞാനതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം അനുഭവങ്ങൾ,
എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ. സാറിപ്പോൾ ആദ്യം പറഞ്ഞു മാരകമായ രോഗമെന്ന് പറയും. അത് ഞാൻ മരണം അത്ര നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഈ പ്രായത്തിൽ പിന്നെ പാസ്റ്ററുടെ പിതാവിൻ്റെ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടതയൊക്കെ അനുഭവിച്ചു ഒന്നും ഉണ്ട്. അതിനുശേഷം ബ്രദർ എനിക്കൊരു സുവിശേഷകനാകണം, സുവിശേഷം പ്രസംഗിക്കണം. അപ്പം ഈ പിതാവ് അനുഭവിച്ച കഷ്ടതയിലൂടെ തന്നെ എനിക്കും കർത്താവിൻ്റെ വേല ചെയ്യണമെന്നൊരു തോന്നലുണ്ടാകാനുള്ള കാരണം എന്താണ്? അത് ഇത്രയും കഷ്ടതയുടെ നടുവിലും എൻ്റെ പിതാവ് നല്ലൊരു പാറപ്പണിക്കാരനാണ്. ഒരു കല്ലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരച്ചു കൊടുക്കുന്ന വരയിലൂടെ അടിച്ചു പൊട്ടിക്കുന്ന ആളായിരുന്നു. മനോഹരമായിട്ട് എൻ്റെ പണി ചെയ്യുന്ന ഒരാൾ ഇത്രയും ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ നിന്ന് ഈ സുവിശേഷ വേല ചെയ്യുന്നത് എന്താണെന്ന് എന്നെ ചിന്തിപ്പിച്ചു. അവസാനം പിതാവ് ഒരു കാര്യം പറഞ്ഞത്, ഞങ്ങൾ 5 മക്കളാണ്, 4 സഹോദരങ്ങൾ, ഒരു സഹോദരിയാണ്. ഞങ്ങളോട് പറഞ്ഞൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്ന് പറഞ്ഞതാണ്. ഈ നമ്മുടെ ഇന്ത്യയുടെ ഈ പട്ടാള വിഭാഗത്തിൽപ്പെട്ടവർ അവർ ഇന്ത്യയുടെ അതിർത്തി കാക്കുവാനായിട്ട് അവിടെ ചെന്ന് അവരെ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ വീട്ടിലുള്ളവരെ എല്ലാം വിട്ടിട്ടാണ് അവിടെ പോയി കിടക്കുന്നത്. ആ സമയത്ത് അവർക്ക് അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ അവരുടെ നാട്ടിൽ ഒരു സംരക്ഷണം കൊടുക്കേണ്ടത് ഒരു ആവശ്യം വന്നാൽ അവിടുത്തെ പോലീസ് ഉറക്കമിളച്ച് അവരുടെ വീടിന് കാവലിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു അറിവിൽ നിന്ന് പറഞ്ഞു ധരിപ്പിച്ചതാണ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഒരു കുടുംബത്തിൽ നിന്നൊരു വ്യക്തി ഇന്ത്യ രാജ്യത്തിൻ്റെ അതിർത്തിയെ കാക്കുവാനായി സകലതും വിടിഞ്ഞ് അവിടെ പോയി കിടക്കുമ്പോൾ അവന് വേണ്ടുന്ന എല്ലാ സുരക്ഷിത കരുതലും ഇവിടുത്തെ സർക്കാർ ഇവിടെ ചെയ്തു കൊടുക്കുമെങ്കിൽ സ്വർഗീയ ഗവൺമെൻറ്റിന് വേണ്ടി അധ്വാനിക്കുന്നവരുടെ തലമുറയ്ക്ക് വേണ്ടി അവൻ കരുതുമെന്ന് പറഞ്ഞ വാക്ക് എൻ്റെ അഭിപ്രായത്തിൽ എന്നെ ഒത്തിരി ചലിപ്പിച്ചു. ആ ഒരു ചിന്തയാണ് ആ ചെറുപ്രായത്തിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനുള്ള എനിക്ക് പ്രേരണയായി ലഭിച്ചത്. ഇപ്പോൾ കഷ്ടതയും ദാരിദ്ര്യവും പട്ടിണി ഒരുപാട് അനുഭവിച്ചു. തീർച്ചയായിട്ടും ഒത്തിരി. അല്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് സഹിക്കാനുള്ള ഒരു മനസ്സുണ്ടായത്? എങ്ങനെയാണ്? അത് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട് ദൈവം നിർത്തിയെന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് കാണുന്നുള്ളൂ. അല്ലാതെ മാനുഷികമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെ അനുഭവങ്ങളും അല്ല, ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ എന്നാ ഭക്ഷണത്തിന് അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ പിതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരെന്താണ് ഒരു ആശ്വാസവാക്ക് എന്താണ് പറയുന്നത്? അങ്ങനെ അല്ല, ഇപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പട്ടിണി കിടക്കുക, അകത്ത് ചെന്ന് അമ്മയോട് അമ്മ ഭക്ഷണം താ അല്ലെങ്കിൽ ചോറുതാ കപ്പതാന്ന് പറയുമ്പം അവർക്ക് തരാനില്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? യേശുവപ്പം ചെന്ന് തരട്ടെ, അപ്പോൾ നമുക്ക് കഴിക്കാം, അങ്ങനെ പറയുന്ന ഒരു വാക്കുകളൊക്കെ ഓർമ്മയുണ്ട്. ശരിക്കും ഈ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ ഇടുക്കിയിൽ ഹൈ റേഞ്ച് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സുവിശേഷ വേല ചെയ്തിട്ടുള്ള സുവിശേഷ പ്രവർത്തകർ അനുഭവിച്ച ദാരിദ്ര്യം, കഷ്ടത, കട്ടൻ കപ്പ പോലും ലഭിക്കാനില്ലാത്ത സാഹചര്യം. അപ്പോൾ ചോദിക്കും, നിങ്ങൾ ഇത്രയും പട്ടിണിയും ദാരിദ്ര്യം കിടന്ന് എന്തിനാണ് ഈ വേല ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ ദൈവം വിളിച്ചതുമായി ബന്ധപ്പെട്ടും കഷ്ടത അനുഭവിക്കാൻ വേണ്ടി വരം ലഭിച്ചവരും കഷ്ടത അനുഭവിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളായതുകൊണ്ടാണ് അവരൊക്കെ ഈ അവരുടെയൊക്കെ തലമുറയൊക്കെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ പാസ്റ്റർ ഒരു സുവിശേഷകനായിട്ട് ആകാൻ തീരുമാനിച്ചു. പിന്നീട് എവിടെയാണ് പാസ്റ്റർ ആദ്യമായി സുവിശേഷ വേല ആരംഭിച്ചത്? എവിടെയാണ്? ഞാൻ 90 കാലഘട്ടങ്ങളിൽ ബൈബിൾ കോളേജിൽ പഠിത്തം കഴിഞ്ഞ് 90 കാലഘട്ടത്തിൽ ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ബീഹാറിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലും ചേരി പ്രദേശങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കുന്ന ഒരു ടീമുമായിട്ട് കുറേ നാൾ പ്രവർത്തിച്ചു. അതിനുശേഷം ഞാൻ മടങ്ങി ഇവിടെ വരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇവിടെ വന്ന് ഞാൻ 92-ലാണ് ഞാൻ ഇവിടെ ആദ്യം മടങ്ങി വരുന്നത്. 92-ൽ തന്നെ എനിക്കൊരു ബസ് അപകടമുണ്ടായി. ഏകദേശം 450 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ ബസ്സിൽ, അത് ഏത് ബസ്സായിരുന്നത്? TMS എന്ന് പറയും. 19 പേര് സ്പോട്ടിൽ മരിച്ചു. എനിക്കറിയാം. അതായത് അടിമാലിയിൽ നിന്ന് കോതമംഗലത്തിന് പോകുമ്പോൾ 6 മൈൽ കഴിഞ്ഞുള്ള താഴെ ഭാഗത്ത് TMS എന്ന് പറഞ്ഞൊരു ബസ് മറിഞ്ഞു. ആ ബസ്സിലുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ മരണത്തെ നേരിൽ കാണുന്നത്. കാരണം ബസ് 1 മറിഞ്ഞു, എണ്ണി 2, 3, 4 മറിച്ചിലെണ്ണി. അത് കഴിഞ്ഞിട്ട് എനിക്കും എണ്ണാൻ പറ്റില്ല, കാരണം പിന്നെ പടപടാന്നുള്ള മറിച്ചിലായിപ്പോയി. പക്ഷെ ഞാൻ പിടിച്ച് നിൽക്കുകയായിരുന്നു. അവിടെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ സുരക്ഷിതത്വം ഞാൻ അനുഭവിച്ചത്. ഞാനും ഏകദേശം 1.5 വയസ്സ് പ്രായമുള്ളൊരു ആൺകുട്ടിയും അല്ലാതെ ശരീരത്തിലൊരു പോറൽ പോലും ഇല്ലാതെ ആരും പുറത്തു വന്നില്ല. എനിക്ക് തോന്നുന്നു എനിക്കെന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ മരണസംഖ്യ അവിടെ നിൽക്കത്തില്ല. കാരണം ഈ വണ്ടി ചെന്ന് പതിച്ചൊരു വെള്ളക്കെട്ടിലേക്കാണ്. ഞാൻ പുറത്ത് വരുമ്പോഴേ ആളുകൾ മുങ്ങിപ്പൊങ്ങുവാണ്. അവരെല്ലാം പിടിച്ചു കരയെ കയറ്റിയിട്ട്. ഒരു പെൺകുട്ടി മരിക്കുന്നത് എൻ്റെ കാലേ കിടന്ന.
കാരണം മെഡിക്കൽ പോകുന്ന വഴിത്തെ ഒരു സ്ത്രീ മരിക്കുന്നതിനെ വട്ടമിട്ടിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മരണവേദന എന്ന് പറയുന്ന ആ സമയത്തുള്ള ആ മനുഷ്യൻ്റെ ആരോഗ്യം കെട്ടിയാണ്ട് പിടിച്ച്. കാരണം ഞാനിങ്ങനെ എടുത്ത് ബസ്സിന് മുകളിൽ കയറ്റി ബസ്സിന് പോകുന്നുണ്ട്, എൻ്റെ ഇവിടേക്ക് തോളത്തേക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ശരിക്കൊന്ന് പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പ്രാണൻ പോകുകയാണെന്ന്. പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബോഡിയാണ് അങ്ങോട്ടെടുത്ത് മാറ്റിയിടുന്നത്. അതൊക്കെ ആ സമയത്ത് ആ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പാസ്റ്റർക്ക് സാധിക്കും. അത് തീർച്ചയായിട്ടും ദൈവം സഹായിച്ചെന്ന് വേണം പറയാം. കാരണം അതുപോലെ ഈ വെള്ളക്കെട്ടിലേക്ക് വീണ വലിയ വണ്ണമുള്ള വ്യക്തികളൊക്കെ ഞാൻ എടുത്തു പൊക്കി ഇങ്ങോട്ട് ബസ്സിൻ്റെ മുകളിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് വീണ്ടും നിന്നിട്ട് ഇവരിങ്ങനെ വലിച്ച് അടുപ്പിച്ചിട്ട് ഞാൻ അപ്പുറത്തേക്ക് കിടത്തി. അങ്ങനെ ഞാൻ അനേകരെ പിടിച്ച് കയറ്റിയിട്ടതിന് ശേഷമാണ് താഴെ നിന്ന് ഫോറസ്റ്റുകാരൊരു വന്ന് താഴെ ഇറങ്ങി ഒത്തിരി പേരെ കയറ്റിയതിന് ശേഷം അവർ വരുന്നത്. അങ്ങനൊരു അനുഭവം മരണത്തെ മുഖാമുഖം ആ ഒരു നിമിഷം ഞാൻ വീട്ടിലുള്ളവരെല്ലാം ഓർത്തിട്ട് ഞാൻ യാത്ര പറഞ്ഞ ഒരു നിമിഷമായിരുന്നത്. കാരണം കല്ലുകളും മരങ്ങളെല്ലാം പിടർത്തിക്കൊണ്ടാണ് 450 അടുത്ത ആഴ്ചയിലേക്ക് ബസ് പോകുന്നത്. ബസ് മറിയാനുള്ള കാരണം എന്തായിരുന്നു? അത് ഒരു ബസ് അവിടെ നിന്ന് കയറുന്നപ്പോൾ സൈഡ് കൊടുത്തു തന്നെ. ഇവിടെ മഴക്കാലമായിരുന്നു, ഈ സൈഡ് ഇന്ന് കാണുന്ന അത്രയും വീതിയില്ല. ആ ബായ്ക്ക് വീലങ്ങ് കൊണ്ട് ഇടിഞ്ഞു പോയി. അപ്പോൾ ബായ്ക്ക് വശം വലിച്ചങ്ങോട്ട് ചാടിച്ചിട്ട് മണ്ണിടിഞ്ഞു പോയതാണ്. സൈഡ് കൊടുത്തപ്പോൾ ഒത്തിരി ചേർത്ത് പോന്നു. ഫ്രണ്ട് വശം കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ബായ്ക്ക് വശം കയറി വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ആ വശം ഇടിഞ്ഞിട്ട് അങ്ങോട്ട് മറിഞ്ഞു. അതാണ് എൻ്റെ കാരണം ഉണ്ടായ. അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. TMS മറിഞ്ഞ് എത്ര പേര് മരിച്ചു? 18 പേര്, 19 പേരാണ് അവിടെ. 19 പേര് മരിച്ചതൊക്കെ ആയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ TMS ബസ്സിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡേവിഡ് പാസ്റ്റർ. അദ്ദേഹം അനേകരെ ആ TMS മറിഞ്ഞ സമയത്ത് ആ വണ്ടിയിൽ നിന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോയ ആ സ്ഥാനത്ത് നിന്ന് ഒരുപാട് പേരെ രക്ഷിച്ചു. 2 പേർ ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ കിടന്ന് മരണപ്പെട്ടു. അങ്ങനെ ഈ പാസ്റ്റർ TMS ബസ് മറിഞ്ഞപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അത്ഭുതകരമായിട്ട് ദൈവം വിടുവിക്കുകയും പാസ്റ്ററിലൂടെ പല ആളുകൾക്കും വിടുതൽ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പല ആളുകളെ രക്ഷിച്ചു അല്ലേ? അപ്പോൾ അത് പാസ്റ്ററുടെ ജീവിതത്തിലൊരു ഒരു ടേണിംഗ് പോയിൻ്റായി. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിനുശേഷമാണോ ദൈവം എന്നെ വിടുവിച്ചു, എനിക്കൊരു സുവിശേഷകനാകണമെന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ടായത്? അല്ല, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതെ, അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോയില്ല. പിന്നെ കേരളത്തിൽ തന്നെയായിരുന്നു ശുശ്രൂഷ. ആദ്യകാലങ്ങളിൽ മ്യൂസിക് ടീമായിട്ട് കടന്നുപോയി ഗ്രാമങ്ങളിൽ പാട്ടുകൾ പാടി അങ്ങനെ ജനങ്ങൾ കൂടി വരുമ്പോൾ അവരോട് സുവിശേഷം പറയുന്ന ഒരു ടീമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിന് പിന്നെ ഞാൻ 2000-ലാണ് സഭാ ചാർജ് ഏറ്റെടുക്കുന്നത്. തൊടുപുഴയ്ക്കടുത്തുള്ള സ്ഥലത്ത് പോയി ഞാൻ അവിടെ സഭാ ചാർജ് എടുത്തു. അതിനുശേഷം വൈക്കത്തിനടുത്ത്, പിന്നെ പിറവത്ത്. അവസാനം ഞാൻ സഭാ ചാർജ് എടുക്കുന്നത് പിറവത്താണ്. പിറവത്ത് സഭാ ചാർജ് എടുത്ത് 2018-ലാണ് ഇവിടേക്ക് തിരിച്ചു വരുന്നത്. 2018-ലാണ് ഇവിടെ തിരിച്ചു വരുന്നത്. ഇവിടെ തിരിച്ചു വരുന്ന കാലത്ത് ഇവിടെ വലിയ പ്രളയമുണ്ടായി. അന്ന് എനിക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. അല്ല, അത് ഏത് കാലഘട്ടം? 1997 ആയിരിക്കും അല്ലേ? ഏത് ഈ വലിയ പ്രളയം ഉണ്ടായി? അല്ല, ഈ 2018. 2018 ഞാനിവിടെ വരുന്നു. അതേ വർഷം തന്നെ വലിയ പ്രളയമുണ്ടാകുന്നു. ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. ഞാനന്നൊരു ടെമ്പററി ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു വീട് പണിയാനുള്ള ആഗ്രഹത്തിൽ. ആ ഷെഡിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന അടുത്താണ് വലിയ പ്രളയമൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം ദൈവകൃപയാൽ ഒരു വീട് പണിതു. അതിൻ്റെ പണി അത്ര പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലും പണിതു. അവിടെ ഈ വീടിൻ്റെ പണി തീർന്നു വരുന്ന സമയത്താണ് എനിക്ക് വലിയൊരു രോഗം വരുന്നത്. ആ രോഗം വന്നെൻ്റെ ശരീരം മുഴുവനും വല്ലാത്തൊരവസ്ഥയിൽ പോയി. എൻ്റെ അതെന്താണ് ആ രോഗം വരാനുള്ള കാരണം? വരാനുള്ള കാരണം എൻ്റെ ശരീരത്തിൽ വെറുതെ ചൊറിച്ചിലുണ്ടായി. അപ്പോൾ ഈ ചൊറിച്ചിലുണ്ടായപ്പോൾ ഒരു ഡോക്ടറെ പോയി കണ്ടു. അദ്ദേഹം എനിക്കൊരു മരുന്ന് തന്നു. അദ്ദേഹം ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം 7 ദിവസത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട്, പറഞ്ഞു ഇത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിച്ചപ്പോൾ മുതൽ എനിക്ക് വലിയ ശരീരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ കളർ വ്യത്യാസം വന്നു തുടങ്ങി സ്കിന്നിന്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അകത്തുള്ള രോഗം പുറത്തേക്ക് വരുന്നതാണ്, അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് വീണ്ടും എനിക്ക് 14 ദിവസം മരുന്ന് കൂടെ തന്നു. അതിനുശേഷം എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റിയില്ല. പക്ഷേ 14 ദിവസമായപ്പോൾ എൻ്റെ വായിൽ, നാവിൽ, അണ്ണാക്കിലെല്ലാം തൊലി പോയി. എൻ്റെ കാലിൻ്റെ വിരൽ മുതൽ നെറുകൻ തല വരെ വെള്ളയും കറുത്ത പാടുകളുമായി. മുഖത്തെല്ലാം ഇങ്ങനെ ഉണക്കമുന്തിരിങ്ങ ഒട്ടിച്ച് വെച്ചതുപോലെ ഇവിടെയെല്ലാം വെള്ളപ്പാണ്ടായിരുന്നു. വളരെ ഒരു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോയി. കണ്ണാടിയിലേക്ക് നോക്കിയാൽ എനിക്ക് പോലും ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കണ്ണാടിയിൽ നോക്കാതെ ഞാൻ കുറേ നാളുകളിരുന്നു. പല സ്ഥലത്തും ചികിത്സയ്ക്കായിട്ട് ഞാനത് സമീപിച്ചു. അവിടെ ചെന്നപ്പോൾ 4 ഡോക്ടർമാരെ
ചെന്ന് അവർ കണ്ടെത്തി പറഞ്ഞത്, സഹോദര ഇതുപോലുള്ള അവസ്ഥയിൽ 25 വർഷമായിട്ടും ഇപ്പോഴും മരുന്ന് കഴിക്കുന്ന ആളുകളൂടെ ഉണ്ട്. അപ്പോൾ സഹോദരനൊരു പണി ചെയ്യേണ്ടത് ഇനി ഒരു മരുന്നല്ല നോക്കേണ്ടത്, ഇതുമായിട്ട് സമൂഹത്തിലൂടെ നടക്കുവാനുള്ള ഒരു മാനസിക ധൈര്യം ആർജിക്കുക. കാരണം എൻ്റെ മുടിയെല്ലാം പോയി, ഇനി കാണുന്ന രണ്ടാമതൊന്നും മുടികളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ചികിത്സയെല്ലാം പരാജയപ്പെട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ശരീരം മുഴുവൻ ഇങ്ങനെ വ്രണം പോലെയായി, വ്രണം പോലെ ആയില്ല, മൊത്തം വെള്ളപ്പാടും ഇവിടെ തടിച്ച് കറുത്ത് പൊങ്ങി, മുഖം മുഴുവൻ 2 വശം തടിച്ച് കറുത്ത് പൊങ്ങി, ഉണക്കമുന്തിരിങ്ങ ഒട്ടിച്ച് വെച്ചതുപോലെ ആയിപ്പോയി, തടിച്ചിട്ട് മൊത്തം വെള്ളപ്പാടായി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ധൈര്യം എൻ്റെ മനസ്സിലേക്ക് വന്നു, ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞപ്പോൾ. കാരണം മനുഷ്യന് സാധ്യമായത് ദൈവത്താൽ സാധ്യമാകും എന്ന് തെളിയിക്കാൻ എൻ്റെ ശരീരം തിരഞ്ഞെടുത്തത് കൊണ്ട് സ്തോത്രമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. മനസ്സിന് വേദനയുണ്ട്, എങ്കിലും എൻ്റെ ആ ഒരു വിശ്വാസം, ഒരു പ്രത്യാശ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ദൈവസേനയിൽ മുട്ടുകുത്തി. എനിക്ക് യോബിൻ്റെ കാര്യം ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് മുട്ടുകുത്തിയിട്ട് ഞാൻ ദൈവസേനയിൽ പറഞ്ഞ ഒരു വാക്ക് പാട്ടായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെയാണ്: ഈ ഭൗമമാ ശരീരവും വിരൂപമായാലും നിൻ രാജ്യത്തിൽ ഞാൻ പ്രാപിക്കും സ്വർഗീയമാം ദേഹം. അപ്പോൾ ഈ ഭൗമമായ ശരീരം വിരൂപമായാലും കർത്താവിൻ്റെ രാജ്യത്തിൽ ഒരു ശരീരം പ്രാപിക്കും എന്നുള്ളൊരു ചിന്ത. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു അല്ലേ? ശരീരം മുഴുവൻ ഒരു പ്രത്യേക അവസ്ഥയിലായി, ഒരു വിരൂപമായി, മറ്റുള്ളവരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി, റോഡിലൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയായി, വീട്ടുകാർക്കൊരു ബാധ്യതയായി. ഇതെല്ലാം ചിന്ത കഴിഞ്ഞപ്പോൾ അവസാനം പിന്നെ ഒരു പ്രത്യാശ മാത്രമേ ബാക്കിയുള്ളൂ. അത്രേ ഉള്ളൂ. ആ പ്രത്യാശയിൽ പാടിയപ്പോൾ പിന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്ന്, ഇനി ഒരു മരുന്നും കൂടെയുണ്ട്, അത് നമ്മൾ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ രക്തമാണ്. അപ്പോൾ ഞാൻ ആ പാട്ടിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തു: നാഥ കഴുകേണമേ, തിരുരക്തത്താൽ കഴുകേണമേ, നാഥ കഴുകേണമേ, തിരുരക്തത്താൽ കഴുകേണമേ, എൻ ദേഹവും ദേഹിയും ആത്മാവും വിശുദ്ധമായി മാറ്റേണമേ. അപ്പോൾ നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും യേശുവിൻ്റെ രക്തത്താൽ കഴുകിയാൽ പിന്നെ അവിടെ ഒരു രോഗത്തിനും ഇരിക്കാൻ കഴിയില്ല എന്നെനിക്ക് വലിയൊരു ഉറപ്പ് വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് എന്നെ പ്രാർത്ഥനയിൽ വളരെ സഹായിക്കുന്ന ഒരു ദൈവ പൈതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു: പാസ്റ്ററങ്ങളെ, ഞാനൊരു വെളിപ്പാട് കണ്ടു. പാസ്റ്ററങ്ങൾ പഴയ രീതിയിൽ നിന്ന് വചനം ശുശ്രൂഷിക്കുന്നതായിട്ട് കണ്ടു. ദൈവാത്മാവ് എൻ്റെ ഉള്ളൊരു പ്രേരണ തന്നു പാസ്റ്ററങ്ങൾക്ക് വേണ്ടി ഒരു 7 ദിവസം ഉപവസിക്കാനുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയിൽ കഞ്ഞിയിട്ട് അടിച്ച് കുടിക്കുന്ന ഒരു സമയമാണ്. ഒരു ദിവസം ഒരു ചെറിയൊരു കഷ്ണം അരയാതിരുന്നതിൻ്റെ കവളിൽ മുട്ടിയപ്പോൾ ഞാൻ ചോറെടുത്ത് വെച്ചിട്ട് പോയി. എന്നെ കണ്ടിട്ട് എൻ്റെ ഭാര്യയുടെ കണ്ണുപോലെ നിറഞ്ഞു പോയി, കാരണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ 7 ദിവസം കഴിഞ്ഞ് ആ വ്യക്തി, ആ ദൈവവേദന എനിക്ക് വേണ്ടി ഉപവസിച്ചു. 8ാമത്തെ ദിവസം ഞാൻ ചോറുണ്ടു. പിന്നീട് മുഖത്തെ പാടങ്ങൾ മാറി. ഈ നാക്കേൽ മുഴുവൻ ഇങ്ങനെ ഇതുപോലെ വന്നിട്ട് ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ മേലാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ അങ്ങനെ മിക്സിക്കകത്ത് കഞ്ഞി ഇട്ട് അത് അടിച്ച് ജ്യൂസാക്കിയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതെ. അപ്പോൾ 7 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പാസ്റ്റർക്ക് ഭക്ഷണം കഴിച്ചു. 8ാം ദിവസം ചോറുണ്ട്, ഭക്ഷണം കഴിച്ചു. അപ്പോൾ പിന്നീട് എപ്പോഴാണ് ഈ അസുഖം പൂർണ്ണമായി മാറിയത്? പൂർണ്ണമായിട്ട് മാറില്ല. ഇപ്പോഴും എൻ്റെ നാവിൻ്റെ അവസ്ഥ മോശമാണ്. അതായത് എനിക്ക് വന്നത് വെച്ച് നോക്കിയാൽ 95% എനിക്ക് സുഖം വന്നു. പക്ഷേ ഇപ്പോഴും എൻ്റെ നാവ് കണ്ടാൽ സഹിക്കത്തില്ല, ആ ഒരവസ്ഥയിലിരിക്കുന്നത്. ഡോക്ടേഴ്സ് കണ്ടത് നാവിന് ക്യാൻസർ എന്ന് പറഞ്ഞു. തന്നെയല്ല, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ഹോമിയോ ഡോക്ടർ കുണ്ടറയിൽ നിന്ന്, അപ്പം എൻ്റെ നാവിൻ്റെ അറ്റത്തൊരു വെള്ളപ്പാടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഈ രോഗത്തിൻ്റെ അവസ്ഥ ഞാൻ ഒരു പാട്ടിനകത്തൊരു അല്പം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല. എനിക്ക് ചില മരുന്നുകളാണ് നിർദ്ദേശിക്കുന്നത്, കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ പറയുന്നത്. ഇത് കഴിച്ചാൽ മതി, എൻ്റെ ഹസ്ബൻഡിന് ഇതേ രോഗമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതെനിക്ക് തെളിച്ചും കൊണ്ട് പറഞ്ഞില്ല. അതെല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത വിളിയിൽ ഞാൻ ചോദിച്ചു, ആൻറ്റിയുടെ ഹസ്ബൻഡ് എങ്ങനെയാണ്, എന്ത് രോഗത്തിലും മരിച്ചെന്ന്, ഇപ്പോൾ ക്യാൻസർ ആയിരുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതന്നെയല്ല, 4 ഡോക്ടേഴ്സ് എൻ്റെ നാക്ക് കണ്ടിട്ട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഈ മരുന്ന് തന്ന ഡോക്ടറെ അടുക്കൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, കൂട്ടത്തിൽ ആരാ ഉള്ളതെന്ന് ചോദിച്ചു. നമ്മൾ കൂട്ടത്തിൽ ആരുമില്ല. ഡോക്ടറെയൊക്കെ കാണാൻ പോകുമ്പോൾ കൂട്ടത്തിൽ ആരെങ്കിലും കൊണ്ടുപോകണ്ടേ? അതെന്തിനാ? എല്ലാ രോഗവും എല്ലാവരോടും തുറന്നു പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറഞ്ഞോ.
സഹോദര താങ്കളുടെ ഉള്ളിൽ ക്യാൻസർ വളരുന്നുണ്ട്. ഞാനൊന്ന് ചിരിച്ചിട്ട് ക്യാൻസർ ആണെന്ന് ചോദിച്ചു. ഓ അതൊന്നും സാരമുള്ള കേസല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം വീണ്ടും 3 ഡോക്ടേഴ്സ് കണ്ടിട്ട് പറഞ്ഞു. പിന്നെ ഓൺലൈനിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ഡോക്ടർ, വിശ്വാസിയായിരിക്കുന്ന ഒരു ഡോക്ടറും കൂടി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും എന്താ രോഗമൊന്നും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് വയറിന് അസ്വസ്ഥത ഉണ്ട്. ഇപ്പോഴും എനിക്ക് എല്ലാ ആഹാരവും കഴിക്കത്തില്ല. ഉണക്കമീൻ കഴിച്ചാൽ അന്നത്തെ ദിവസം ഒരാഴ്ചത്തേക്ക് പോക്കാണ്. അതുപോലെ തന്നെ ചൂട് കഴിക്കത്തില്ല, എരിവ് ഇപ്പോഴും കഴിക്കത്തില്ല. നാം ഇപ്പോഴും വല്ലാത്ത അവസ്ഥയിലാണ്. അതെ. അപ്പോൾ ഇത്രമാത്രം വലിയ ഈ ആരോഗ്യ പ്രതിസന്ധിയിലും പാസ്റ്റർ സുവിശേഷ വേല ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. എനിക്ക് എന്നെ പല സ്ഥലങ്ങളിലേക്കും ജോലിക്കായിട്ട് വിളിച്ചിട്ടുണ്ട്. മ്യൂസിക് ടീച്ചറായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സൗണ്ട് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തുകൊണ്ട് പല ഇതിലേക്കും എന്നെ സൗണ്ട് എഞ്ചിനീയറായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ഞാൻ ജീവിതത്തിൻ്റെ മരണം വരെ കഷ്ടതയോ എന്ത് വന്നാലും എനിക്ക് എന്നെ രോഗത്തേക്കാൾ എനിക്ക് ഏറ്റവും എന്നെ നേരിട്ടത് നിന്നയും പരിഹാസമാണ്. അത് ഒത്തിരി കടൽ. ഇപ്പം എനിക്കത് ഒരു കേട്ടില്ലെങ്കിൽ എനിക്കൊരു വിഷമം പോലെയാണ്. അത് കേട്ടില്ലെങ്കിൽ ഒരു വിഷമം പോലെയാണ്. നിന്നയും പരിഹാസം എന്താ ഈ രോഗമായി ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം? രോഗസമയത്തുണ്ടായി. രോഗസമയത്ത് ഇങ്ങനെ പറഞ്ഞ അവൻ ഇന്ത്യ മുഴുവനും സുവിശേഷമായിട്ട് നടന്നിട്ട് ഇപ്പോൾ അതേ ക്യാൻസർ പിടിച്ച് അകത്ത് കിടക്കുന്നു, ഇയോബ് കളിച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞു പാടി. അപ്പോൾ ഞാനെന്നേരം എൻ്റെ പാട്ടിലേക്ക് ഇങ്ങനെ ചേർത്തു, വന്നിന്നയും പരിഹാസവും നിരാശനാക്കില്ല, നിൻ രാജ്യത്തിൽ ഞാൻ കണ്ടിടും വന്നീക്ഷേപമത്. നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ചിലരൊക്കെ നിക്ഷേപിക്കുന്നതാണ് നിന്ന എന്ന് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് സകല നിന്ദകളും നിങ്ങളെക്കുറിച്ച് സകല തിന്മകളും കളവായി പറയുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വർദ്ധിക്കുന്നു. അപ്പോൾ അത് ആ ഒരു വെളിപ്പാട് കർത്താവ് തന്നത് കൊണ്ട് എനിക്ക് സന്തോഷമാണ്. ഇപ്പോൾ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിമുക്തനായിട്ടില്ല. ഇപ്പോഴും ആ ക്യാൻസർ രോഗം പാസ്റ്ററുടെ ഉള്ളിലുണ്ട് അല്ലേ? ക്യാൻസർ അന്ന് ഇന്നുവരെ പരിശോധിച്ചില്ല. 4 ഡോക്ടേഴ്സ് പറഞ്ഞതുള്ളൂ. എനിക്കിപ്പോഴും വയറിന് അസ്വസ്ഥതയുണ്ട്. അല്ല, ഡോക്ടർമാരാണല്ലോ പറഞ്ഞത് ക്യാൻസർ ആണെന്ന്. പരിശോധിച്ചിട്ട് പറഞ്ഞതല്ല, അടയാളങ്ങൾ കണ്ടു. അതെ. അപ്പോൾ ഇനി എന്താണ് പാസ്റ്ററുടെ ഒരു സുവിശേഷ പ്രവർത്തന രീതി? ഇനി എന്താണ് ഇനി മുമ്പോട്ടുള്ള ഭാവി പദ്ധതി പരിപാടികൾ എന്തൊക്കെയാണ്? എനിക്കൊരാഗ്രഹം, നല്ലൊരു കർത്താവ് എനിക്ക് ചില വചന വെളിപ്പാടെന്ന് വേണം പറയാൻ തെറ്റില്ല. കാരണം ഞാൻ ഇപ്പോൾ വേറിട്ട് ചിന്തകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പുസ്തകം വായിച്ചിട്ടുമല്ല, എവിടെയും ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ ആ വചനം കെട്ടിപ്പിടിച്ചെന്ന് കരയും. അത്രേ ഉള്ളൂ. എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ മറുപടി റെഫറൻസ് സഹിതം തരിക ചെയ്യുന്നത്. പല ധാരാളം ആളുകൾ അങ്ങനെ വിളിച്ച് ചോദിച്ച ചില വിഷയങ്ങളുണ്ട്. അതിലെനിക്ക് മറക്കാനാകാത്തൊരു വിഷയമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് അബ്ദുൽ നാസർ, MC അബ്ദുൽ നാസർ. പൗലോസ് അപ്പനെ മകളെ വിവാഹം കഴിക്കാൻ അപ്പന് അനുവാദം കൊടുത്തെന്ന് പറഞ്ഞിട്ട് 1 കൊരിന്ത്യർ 7:36 അതൊക്കെ ചോദിച്ചു. എന്തൊക്കെ ടാലന്റുകളാണ് ദൈവം തന്നത്? പാട്ട് പാടാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. പാട്ട് പാടാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പാട്ട് പാടില്ല. യാദൃശികമായിട്ട് ഒരു ഹിന്ദി പാട്ട് ബീഹാറിൽ വെച്ച് സ്റ്റുഡിയോ പാടിയിട്ടുണ്ട്. പക്ഷെ ഒത്തിരി ഏകദേശം ഒരു കർത്താവ് എനിക്ക് വിവിധ സന്ദർഭങ്ങളിൽ തന്ന പാട്ടുകൾ ഞാൻ ഇപ്പോൾ ഒരു 15 പാട്ടുകളോളം CD-യിലായിട്ട് പുറത്താക്കിയിട്ടുണ്ട്. അതായത് പാസ്റ്റർ സ്വന്തമായിട്ട് 15 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. 15 പാട്ട് പുറത്തായിട്ടുണ്ട്. പാട്ടുകൾ എത്ര എണ്ണം എഴുതിയിട്ടുണ്ട്? പാട്ടുകൾ ധാരാളമുണ്ട്. ഇനിയും കിടക്കുന്ന പറയാൻ ഒരുപാട്. അപ്പം പിന്നെ പാട്ട് പാടാനുള്ള ടാലന്റ് ഉണ്ട്. അതുപോലെ കീബോർഡ് വായിക്കാനും. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ആദ്യം പോകുന്നത് കീബോർഡ് വായിക്കാൻ, പിന്നീട് ഞാൻ അവിടെ ഗിറ്റാർ വായിച്ചു. അപ്പോൾ ഒരു മ്യൂസീഷ്യനായിട്ടാണ് പാസ്റ്റർ ഇപ്പം നിൽക്കുന്നത് അല്ലേ? ഇപ്പോഴത് ആ ഫീൽഡ് ഞാൻ അങ്ങനെ നിൽക്കുന്നില്ല. കർത്താവ് തരുന്ന പാട്ട്, ഇപ്പോൾ ഈ രോഗത്തോടുള്ള ബന്ധത്തിൽ ഈ പാട്ട് തന്നു. ഈ പാട്ട് ഉടനെ തന്നെ അത് പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ വേറൊരു പാട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ആ പാട്ട് ഞാൻ 2 സ്ഥലത്ത് ഓർക്കസ്ട്രേഷൻ കൊടുത്തപ്പോൾ 2 പേര് എനിക്ക് തിരിച്ചു തന്ന ഒരു സാധനമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പേടി അത് ചെയ്യാൻ. അത് പിശാചിനോട് വെല്ലുവിളിക്കുന്നൊരു പാട്ടാണ്. അപ്പോൾ അത് ഈ സന്ദർഭത്തിൽ ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇനി എന്തൊക്കെയാണ് പാസ്റ്റർ ഭാവിയിൽ ചെയ്യാനുള്ള പദ്ധതികളൊക്കെ? എന്തൊക്കെയാണ് ഭാവിയിൽ? എന്തെല്ലാം മുന്നിൽ വന്നാൽ എനിക്ക് കർത്താവിൻ്റെ വേലയല്ലാതെ വേറെ ഒന്നും വേണ്ട. ഒത്തിരി ഓഫറുകൾ എനിക്ക് മുമ്പിൽ വന്നതാണ്, ജോലികളുമായിട്ട് അതും ഇതൊക്കെ ആയിട്ട്. പക്ഷേ ദൈവവേല മാത്രമേ. പിന്നെ എൻ്റെ കർത്താവ് എനിക്ക് തന്ന ദർശനത്തിനനുസരിച്ച് സുവിശേഷ വേല ചെയ്യുവാനുള്ളതായ ഒരു ചുറ്റുപാട് എനിക്കില്ല. എൻ്റെ പിതാവെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അവർക്കത് മതിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പോരാ. എൻ്റെ പിതാവ് പൊന്മുടിയിൽ ഇറങ്ങിയിട്ട് പൊന്മുടി ടൗണിൽ, അന്ന് ഡാമിൻ്റെ അവിടം വരെ വണ്ടി പോകത്തില്ല, 75 അവിടുന്ന് ഏകദേശം മണിക്കൂറുകൾ നടന്നാണ്, അനേക കിലോമീറ്റർ നടന്നാണ് ചെമ്മണ്ണാർ മാവർ സിറ്റി പോയി സഭാചാർജ്
ഏകദേശം നിങ്ങൾക്ക് 4 മണിക്കൂർ നടക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അതെ. അങ്ങനെ 4 വർഷം അവിടെ പ്രവർത്തിച്ച ആളാണ്. പഴമ്പിളിച്ചാലിലൊക്കെ 6-ാം മൈലിൽ ഇറങ്ങിയിട്ട് പഴമ്പിളിച്ചാലിൽ പോയി അവിടെ സഭ സ്ഥാപിച്ച് ആ ഉരുളുപൊട്ടിയപ്പോൾ നശിച്ചു പോയ സ്ഥലമില്ലേ, അതൊക്കെ എൻ്റെ ചാച്ചൻ അവിടെ പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ അന്നൊക്കെ അവർ അതുപോലെ കഷ്ടപ്പെട്ട് പോയ ഒരു കാലമായിരുന്നു. പക്ഷേ അന്ന് ആ കഷ്ടതയുടെ നടുവിൽ നിന്ന് സുവിശേഷ വേല ചെയ്യുമ്പോൾ അത് ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണ്, ഒരു ആത്മീയ ഇതാണെന്നുള്ളതായ ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ നിന്ദിക്കുകയുള്ളൂ. നീ ഇത്രയും നാളെ ദൈവത്തെ ആരാധിച്ചിട്ട് ദൈവത്തെ പ്രവർത്തിച്ചിട്ട് നിനക്കെന്താ നീ ഇങ്ങനെ അടിപ്പെട്ട് കിടക്കുന്നൊരു ചോദ്യം ചോദിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇനി എന്തെങ്കിലും ഈ പൊതുവെ ആളുകളോട് പറയാനുണ്ടോ? നമ്മൾ പ്രകൃതി ഒരു ശോഭിച്ചു വരികയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനി എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ഈ പൊതുജനം അറിയണം എന്ന് പാസ്റ്റർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? പാസ്റ്ററുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, സുവിശേഷ വേലയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്തു വരുന്ന ശുശ്രൂഷ ദൈവം എത്രത്തോളം വിശാലമാക്കുന്നോ അതിലേക്ക് ഉയരപ്പെടുവാനുള്ള പ്രാർത്ഥന മാത്രമേ എനിക്ക് ദൈവജനത്തോട് ആവശ്യപ്പെടാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ എൻ്റെ അകത്ത് ഇടുന്നുണ്ട്. നിങ്ങൾ ഇദ്ദേഹത്തെ വിളിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുകയും ഒക്കെ ചെയ്യണം. തൻ്റെ ശരീരം മുഴുവൻ രോഗത്താൽ ആയിരിക്കുന്നു. 2 മരണഭീതിയിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു. ഒരു ബസ് മറിഞ്ഞ് 19 പേര് മരിച്ച TMS എന്ന് പറയുന്നൊരു ബസ് മറിഞ്ഞ് ഇവിടെ ഇടുക്കിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. TMS ബസ് മറിഞ്ഞപ്പോൾ അദ്ദേഹം അതിലുണ്ടായിരുന്നു. ദൈവം അത്ഭുതകരമായി വിടുവിച്ചു, പലരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. അതുപോലെ വലിയ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിൽ തൻ്റെ ശരീരം മുഴുവനും വെള്ളപ്പാണ്ട് പോലെ വന്ന്, ശരീരം പുള്ളിക്കുത്തു പോലെ വന്ന്, ശരീരമെല്ലാം വളരെ ഒരു ഇതുണ്ടോ, ഈ പാഷയുടെ അവസ്ഥയാണ് ഇത് കണ്ടോ. ഈ ദൈവദാസനെ നിങ്ങളൊന്ന് കാണണം. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടോ. ഇതുപോലെ തൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലായിട്ടും ദൈവം തന്നെ സന്ദർശിക്കുകയും പല നിന്ദകളും പരിഹാസങ്ങളും ഏറ്റിട്ടും താൻ ശക്തിയോടുകൂടി സുവിശേഷ വേല ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് പിന്നീടും കേൾക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഈ ദൈവദാസൻ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എന്തെങ്കിലും ദൈവം എനിക്ക് തന്നിരിക്കുന്ന വലിയൊരു ദർശനമുണ്ട്. അത് ചെയ്യാനുള്ളതായ, അതിലേക്ക് പോകാനുള്ളതായ ഇപ്പോൾ ആ ഒരു ദർശനം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബാക്കി ദൈവം തുറക്കുന്ന വഴിക്കനുസരിച്ച് ദൈവികമായിരിക്കുന്ന ശുശ്രൂഷകൾ, പിന്നെ ഇപ്പോൾ വേറിട്ട് ചിന്തകളെന്നുള്ള ആ പരിപാടിയിലൂടെ അനേകർ വിളിച്ച് ചോദിക്കുന്ന സംശയങ്ങളുണ്ട്. ദൈവകൃപയാൽ ഇതുവരെ ചോദിച്ചവർക്കൊക്കെ വാട്സാപ്പിലൂടെയാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് തൃപ്തികരമായി മറുപടി കൊടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഇനിയും അതുപോലെ വചനത്തിൽ അനേകരെ ഉറപ്പിക്കുക, ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായിട്ട് നിൽക്കുക. ആരുടെയും വ്യക്തിത്വങ്ങൾക്കെതിരെയല്ല, ദുരുപദേശത്തിനെതിരെ ശക്തമായിട്ട് നിൽക്കുക. ആ ഒരു കാഴ്ചപ്പാട് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ശ്രോതാക്കളുടെ പ്രാർത്ഥനയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട സാർ UP-യിൽ നിന്ന് കടന്നു വന്ന് എന്നെ ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് കടന്ന്, എനിക്ക് തോന്നുന്നത് 20 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. ഇത് ഇങ്ങനൊരു അവസരം ദൈവം നിയോഗത്താൽ തന്നെ അയച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കിട്ടിയൊരു അവസരം ഞാൻ വലിയൊരു ഭാഗ്യമായി കാണുന്നു. ദൈവദാസൻ്റെ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ കടപ്പെട്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ ശ്രോതാക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.